സന്ദീപ് വാര്യർ, ഇവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി എ കെ ബാലനെ കർശനമായി തള്ളുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം ഒഴിവാക്കണമായിരുന്നു, എ കെ ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകും, ചുമതലയില്ലാത്ത ബാലൻ എന്തിന് മാധ്യമങ്ങളെ കാണണം എന്നൊക്കെയുള്ള ആ പ്രസ്താവനയിൽ ജില്ലാ കമ്മിറ്റിയിൽ ബാലനെതിരെ രൂക്ഷ വിമർശനം കേൾക്കുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചു. മാറാട്, ലീഗ്, 5-ാം മന്ത്രിസ്ഥാനം, ജമാഅത്ത്. സന്ദീപ്, ഇത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ പലയാവർത്തി അനുഭവിച്ച് പൊള്ളിയവരാണ്. ഗുസ്പേട്ട് അടക്കം ഈ മുള്ളും മുനയും വെച്ച കമ്മ്യൂണൽ നറേറ്റീവുകൾ തൊടാൻ കഴിയില്ല. നിങ്ങളുടെ കുറ്റമല്ല, ഇരുനിലപൂർച്ചുള്ള വാളാണ്, തൊട്ടാലും കൈമുറിയും ഇല്ലെങ്കിലും കൈമുറിയും. കോൺഗ്രസിന് മുറിഞ്ഞതാണ്. അതേ നറേറ്റീവ് കേരളത്തിൽ വന്നാൽ നിങ്ങൾ വരും ദിവസങ്ങളിൽ കഷ്ടപ്പെടാൻ പോകുന്നു സന്ദീപ്. അല്ല അഷ്മി, ഇത്തരം പച്ചവർഗീയത തുളമ്പുന്ന അപലപിക്കപ്പെടേണ്ട പ്രസ്താവനകളുടെ പേരിൽ ഏതെങ്കിലും തരത്തിൽ കൈ പൊള്ളുകയാണെങ്കിൽ ആ കൈയങ്ങ് പൊള്ളിക്കോട്ടെ എന്നാണ് കേരളത്തിന് വേണ്ടി, കേരളത്തിലെ സാമൂഹിക സമരസതയ്ക്ക് വേണ്ടി, കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, പൊതുജനങ്ങളുടെ സമാധാന ജീവിതത്തിന് വേണ്ടി കോൺഗ്രസ് തീരുമാനിക്കുക. അവിടെ രാഷ്ട്രീയ ലാഭം നോക്കി CPM-നെ പോലെ സന്ദീപ്, ഞാൻ പറഞ്ഞോട്ടെ, എത്ര തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടേണ്ടി വന്നാലും CPM-നെ പോലെ തരാതരം വർഗീയതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ UDF പോകില്ല. കേരളത്തിൻ്റെ സാമൂഹിക സമരസതയും മതനിരപേക്ഷതയും തകർക്കുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയാണെങ്കിൽ പിണറായി വിജയനെ പോലെയും CPM-നെ പോലെയും AK ബാലനെ പോലെയും ഒക്കെയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ മതിയല്ലോ. ഞങ്ങൾ ആ സമീപനം സ്വീകരിക്കാൻ തയ്യാറല്ല. അത് ആദ്യമേ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ AK ബാലൻ്റെ പ്രസ്താവന ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനം CPM-നകത്തുനിന്ന് ഉയർന്നതായി ഞാൻ കരുതുന്നില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ ഇന്ന് CPM-ന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ ഇന്ന് വന്ന് പരസ്യമായി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സമകാലികനായിട്ടുള്ള ശ്രീ AK ബാലനെ ന്യായീകരിച്ചിരിക്കുകയാണ്. AK ബാലൻ മുഖ്യമന്ത്രിയുടെ മനസ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ മനസ്സ് കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ പറയാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, വടക്കൻ ജില്ലകളിൽ പറയാൻ AK ബാലനെയും ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഘപരിവാറിൻ്റെ ഒരുപക്ഷെ നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന BJP-യുടെയും സംഘപരിവാറിൻ്റെയും പ്രതിനിധികൾ പറയുന്നതിനേക്കാൾ കൊടിയ വർഗീയത ഇപ്പോൾ BJP-ക്ക് വേണ്ടി CPM-ന്റെ ആളുകൾ കൊട്ടേഷൻ എടുത്ത് പറയുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തെ 2 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് 2 സ്ഥലങ്ങളിലേക്കും ഈ BJP ഓഫീസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്യാപ്സ്യൂളുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ പണിയാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ ഗോപൻ പറയുന്ന കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ ബാലൻ പറഞ്ഞത്. ശരി, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കുറേ ദിവസം നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ദീർഘകാലം രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് CPM എന്നുള്ളത് പരസ്യമായിട്ടുള്ള കാര്യമാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. 96-ലോ 92-ലോ ഒന്നുമല്ല രാഷ്ട്രീയ സഖ്യമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ വോട്ട് വാങ്ങുന്നത് അതുപോലെ അന്ന് അവർ വോട്ട് വാങ്ങി. അന്ന് അവർക്ക് സഖ്യമില്ല, നിങ്ങൾക്ക് സഖ്യമില്ല. അത് രണ്ടും ഒരുപോലെ ഉള്ളൂ സന്ദീപ്. അല്ല, ഈ രാഷ്ട്രീയ സഖ്യമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രഖ്യാപിക്കപ്പെടേണ്ട സഖ്യമാണെന്നല്ലോ. 2011 മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയായിക്കോട്ടെ. 2011 മുഖ്യമന്ത്രിയുമായിട്ട് ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ആരിഫ് അലിയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും ചർച്ച നടത്തുന്നത്. അപ്പോൾ ഈ 92-ലാണ് പോസ്റ്റ് ബാബറിയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ അദ്ദേഹം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗോപന്റെ അഭിപ്രായം പറഞ്ഞു. ഇതേ മുസ്ലിം ലീഗ് വർഗീയ കക്ഷി അല്ല എന്ന് ഏതാനും മാസം മുമ്പാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അന്ന് ലീഗിനെ ക്ഷണിക്കാൻ അവർക്ക് 100 നാവായിരുന്നു. ഓർമ്മയില്ല? 67 നമ്മൾ ഒരുമിച്ച് ഭരിച്ചതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുക പോലും ചെയ്തു ഗോവിന്ദൻ മാഷ്. അത് പറഞ്ഞ് ഗോവിന്ദൻ മാഷ് നാക്ക് അകത്തേക്ക് ഇട്ടിട്ട് ഏതാനും മാസമേ ആയിട്ടുള്ളൂ. അതിനുശേഷം ഗോപൻ വന്ന് ചാനൽ ചർച്ചയിൽ ഇപ്പോൾ ലീഗിനെയും വർഗീയ കക്ഷിയെന്ന് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തരാതരം നിങ്ങൾക്ക് കിട്ടാതാവുമ്പോൾ കിട്ടാത്ത മുന്തിരി മുഴുവൻ പുളിക്കുമെന്നുള്ളത് പോലെയാണ് ഇപ്പോൾ CPM-ന്റെ ഇക്കാര്യത്തിലെ സമീപനം. ഇവിടെ പ്രശ്നം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ മെൻഷൻ ചെയ്ത് മാത്രമല്ല പ്രശ്നം എന്ന് പറയുന്നത്, അതിലും ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം കേരളത്തിൽ മാറാട് ആവർത്തിക്കുമെന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ കേരളത്തിലെ പൊതുമനസാക്ഷി, പൊതുസമൂഹം മറക്കാൻ ആഗ്രഹിക്കുന്ന, മറന്നു കഴിഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ മാറാടക്കം കഴിഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ 2 പതിറ്റാണ്ട് മുൻപ് നടന്നൊരു കലാപത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിൽ ദുഷ്ടലാക്ക് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ മലയാളിക്കുണ്ട് എന്ന് CPM മനസ്സിലാക്കണം. നിങ്ങൾ ഈ 2 പതിറ്റാണ്ട് മുമ്പ് നടന്നൊരു കലാപം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിലൂടെ ഇവിടെ ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? ഏത് വർഗീയ കക്ഷികളെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? ജനങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വർഗീയ വികാരം ഉയർത്തിവിടാനുള്ള നിങ്ങളുടെ പരിശ്രമം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ഇവിടെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം, ഇസ്ലാമോഫോബിക് ആയിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ടിലൊരു വിഹിതം തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടചിന്തയാണ് CPM-നകത്തുള്ളത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധിമതി, ചോറ് തിന്നുന്ന ബുദ്ധിമതി, അതൊക്കെ മലയാളിക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ ഇപ്പം ഈ നിമിഷം വന്ന് മാറാട് കലാപത്തെ ഓർമ്മിപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ കൃത്യമാണ്, ഇതേ ക്യാപ്സ്യൂൾ
ദക്ഷിണ കേരളത്തിൽ വേറെ ഒരാൾ പറയുന്നു, ഉത്തര കേരളത്തിൽ വേറെ ഒരാൾ പറയുന്നു. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. ഇത് ആര് പറയേണ്ടതാ? ഇവിടെ BJP-യുടെ നേതാക്കന്മാർ, BJP-യുടെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം. ജമാഅത്തെ ഇസ്ലാമി നറേറ്റീവ് ആഷ്മിക്ക് അറിയാലോ, ആഷ്മിയുടെ ചർച്ചയിൽ ഉന്നയിക്കുന്നത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമി നറേറ്റീവ് ഉന്നയിക്കുന്നത് സംഘപരിവാറാണ്. അതേ നറേറ്റീവ് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ CPM ആവർത്തിക്കുന്നു. ഇത് പാലക്കാട് ഇലക്ഷൻ നിങ്ങൾ കണ്ടില്ലേ? അതായത് BJP എന്ത് പറയുന്നു, BJP എന്ത് പരസ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് മോഡലിൽ ഏത് മോഡസ് ഓപ്പറാണ്ടി BJP നടപ്പാക്കുന്നു, അതേ കാര്യം വള്ളി പുള്ളി വിടാതെ CPM നടത്തുന്നു. ഒരമ്മ പെറ്റ മക്കളെ പോലെ. പണ്ട് സലീം കുമാർ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ശരി, പക്ഷെ പാലക്കാട് അത് വർക്കൗട്ട് ആയില്ല. നിലമ്പൂരിൽ അതിനേക്കാൾ കടുപ്പിച്ചു, അത് വർക്കൗട്ട് ആയില്ല. തദ്ദേശത്തിൽ പറഞ്ഞു, അത് വർക്കൗട്ട് ആയില്ല. വർക്കൗട്ടാവും. കേരളത്തിന് അത്ര ബോധമില്ലെന്നാണ് അങ്ങ് വരുന്നത്. അങ്ങനൊന്നുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.